ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം 11ാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ എപ്പിസോഡുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഓൾറെഡി അപ്സര പോയി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മുടെ അൻസിബയാണ് എവിക്റ്റാകാൻ പോകുന്നത്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ വീഡിയോകളിൽ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രേക്ഷകരെല്ലാം സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. എന്തുകൊണ്ട് അൻസിബ ഔട്ടാകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അൻസിബിനെ എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് എവിക്റ്റാക്കി, അൺഫെയർ അല്ലേ? നല്ലൊരു ശതമാനം പ്രേക്ഷകരും അൻസിബയുടെ ഈ ഒരു എവിക്ഷൻ അൺഫെയർ ആണെന്ന് തന്നെയാണ് പറയുന്നത്. എനിക്കും അതുതന്നെയാണ് അഭിപ്രായമുള്ളത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അൻസിബയുടെ ഒരു ബാഡ് ലക്ക് എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ. കാരണം അൻസിബ അവിടെ നിൽക്കേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കേണ്ട കണ്ടസ്റ്റൻ്റ് അല്ല, നേരത്തെ തന്നെ പോകേണ്ടതായിരുന്നു. ഈ പറയുന്ന പോലെ 3ാമത്തെയോ 4ാമത്തെയോ 5ാമത്തെയോ ആഴ്ചകളിൽ അൻസിബ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ടതായിരുന്നു. എന്നാൽ അൻസിബയെക്കാളും തീർത്തും മോശമായ കണ്ടസ്റ്റൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ആ സമയത്ത് അൻസിബ രക്ഷപ്പെട്ടു വന്നു. എന്നാൽ പിന്നീടുള്ള അവസരങ്ങളിലും അൻസിബയ്ക്ക് പോകാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊന്നും അൻസിബ എവിക്റ്റ് ആയില്ല. അൻസിബയ്ക്ക് വീണ്ടും പ്രേക്ഷക സപ്പോർട്ട് എങ്ങനെയോ കിട്ടുന്നുണ്ടായിരുന്നു. അൻസിബയെക്കാളും മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നവരൊക്കെ അവിടെ നിന്ന് എവിക്റ്റ് ആയിട്ടും അൻസിബ ഈ പറയുന്നത് പോലെ അവിടെ എവിക്റ്റ് ആകാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ പ്രേക്ഷകരെല്ലാം കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ഈ ഒരു സംശയം, ഇതൊരു ഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആണോ എന്ന്. കുറച്ച് പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട് ഇത് ഫെയർ ആണ്, ഇത് വളരെ കറക്റ്റാണ്. അത് ആരൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അൻസിബയെ ഇവിടെ ഈ എവിക്റ്റ് ആക്കിയതിൽ എന്തെങ്കിലും എന്താ പറയുക നിഗൂഢമായ താല്പര്യങ്ങൾ ബിഗ് ബോസ് ടീമിനുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതായത് ബിഗ് ബോസിൻ്റെ താല്പര്യത്തിലുള്ള ജാസ്മിനെ പോലെയുള്ള കണ്ടസ്റ്റൻറ്റിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു കറക്റ്റായിട്ടുള്ള സമയത്ത് അൻസിബയെ പുറത്താക്കിയതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. വോട്ടും കുറവായിരിക്കണം കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അൻസിബയെ വീണ്ടും നിർത്താനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ബിഗ് ബോസിനുണ്ട്. കാരണം ബിഗ് ബോസിന് താല്പര്യമുള്ള കണ്ടസ്റ്റൻസ് ആണ് ഈ പറയുന്ന എവിക്ഷനിൽ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എവിക്ഷൻ തന്നെ ക്യാൻസൽ ചെയ്യാനും അല്ലെങ്കിൽ ഒരാളെ എവിക്റ്റ് ആക്കിയിട്ട് ഒരാളെ എവിക്ഷനിൽ നിന്ന് ഒഴിവാക്കാനും ഒക്കെ ബിഗ് ബോസിന് പറ്റും. ബിഗ് ബോസ് അത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കാര്യമാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ അൻസിബയെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആഴ്ച ടിക്കറ്റ് ടു ഫിനാലെ റൗണ്ടുകളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അതിൽ 10 കണ്ടസ്റ്റൻ്റാണ്, 10 പോയിൻറ്റ്സ് ആയിരിക്കും ഓരോ മത്സരത്തിലും കൊടുക്കാൻ പോകുന്നത്. അപ്പം ഈ പറയുന്നത് പോലെ അവിടെ ഒരു 10 കണ്ടസ്റ്റൻസ് ആക്കി എടുക്കുക എന്നത് ബിഗ് ബോസിന് ഒരു തലവേദന പിടിച്ച പണിയാണ്. അപ്പം ഈ ഒരാഴ്ച എങ്ങനെയാണെങ്കിലും ഒരാളെയാണ് എവിക്റ്റ് ആക്കാൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ റൗണ്ട് തുടങ്ങുമ്പോൾ 10 പേരാക്കണമെന്നുണ്ടെങ്കിൽ 11 അല്ലെങ്കിൽ 12 പേര് കണ്ടസ്റ്റൻസ് ഉള്ളപ്പോൾ അതിൽ 2 പേരെ എവിക്റ്റ് ആക്കിയല്ലേ പറ്റത്തുള്ളൂ. അപ്സര ഓൾറെഡി പ്രേക്ഷകരുടെ വിധിപ്രകാരം വോട്ട് കുറവുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. എന്നാൽ അൻസിബ നിലവിൽ നമുക്കറിയാം പല അൺഒഫീഷ്യൽ പോളുകളും നോക്കിക്കഴിഞ്ഞാൽ അൻസിബയ്ക്ക് അത്യാവശ്യം വോട്ടുകളൊക്കെ കിട്ടുന്നുണ്ട്. ശരിയാണ്, അൻസിബ മുൻപ് പോകേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോഴൊന്നും വിടാതെ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് അൻസിബ മുന്നിലേക്ക് വരുന്നുണ്ട്. പല കണ്ടസ്റ്റൻസിനെയും തേച്ചൊട്ടിക്കുന്നുണ്ട്, പല ശക്തമായ കണ്ടസ്റ്റൻസിനെതിരെ സംസാരിക്കുന്നുണ്ട്. അതുതന്നെ ആയിരിക്കണം അൻസിബയെ ഇപ്പോൾ തന്നെ പുറത്താക്കിയത്. കാരണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അൻസിബയ്ക്ക് ശക്തമായ പിന്തുണ കൂടുമെന്ന് ബിഗ് ബോസ് ടീമിനൊരു എന്താ പറയുന്നത് ഒരു തോന്നലുണ്ടായിരിക്കണം. അപ്പോൾ ബിഗ് ബോസിൻ്റെ താല്പര്യാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്ന ജാസ്മിനെ പോലെയുള്ള കണ്ടസ്റ്റൻസിനെതിരെ അൻസിബയൊക്കെ വന്നേക്കാം. അവർക്കെതിരെ ശക്തമായ നിലപാടുകളുമായി അൻസിബ പ്രേക്ഷക സപ്പോർട്ടോടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് പ്രശ്നമാകുമെന്ന് കണ്ടത് കൊണ്ടാവാം ഈ ഒരു അവസരത്തിൽ തന്നെ അൻസിബേനെ അങ്ങോട്ട് പുറത്തേക്ക് വിട്ടത്. കാരണം പിന്നീട് അവിടെ ഒരു ശ്രീതു എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ഉണ്ട്. എന്താണ് ചെയ്തത്? ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഈ സീസൺ 6 തുടങ്ങിയത് മുതൽ വെറുതെ കോംബോ പിടിച്ച് ക്യൂട്ട്നസ് ഓവർലോഡാക്കി അവിടെ വാരി വിതറിക്കൊണ്ട് നടക്കുന്നതല്ലാതെ ഒന്നും നടന്നിട്ടില്ല. ശ്രീതുവിനെ അവിടെ എവിക്റ്റ് ആക്കാമായിരുന്നു. ചിലപ്പോൾ വോട്ടുണ്ടായിരിക്കാം, പല രീതിയിൽ സീരിയൽ രംഗത്ത് നിന്നും അതുപോലെ തന്നെ പ്രേക്ഷക പിന്തുണയൊക്കെ ഈ പറയുന്ന കുടുംബ പ്രേക്ഷകരുടെയൊക്കെ വോട്ടുണ്ടാവായിരിക്കാം. എന്നിരുന്നാൽ പോലും നമുക്കറിയാം പല അൺഒഫീഷ്യൽ പോളുകളും നോക്കിക്കഴിഞ്ഞാൽ പോലും അൻസിബയ്ക്കാണ് വോട്ട് കൂടുതൽ, ശ്രീതുവിന് അത്രയ്ക്കും വോട്ടും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ ചിലപ്പോൾ ചെറിയ വ്യത്യാസത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് പോലെ ബിഗ് ബോസിൻ്റെ താല്പര്യപ്രകാരം അൻസിബയെ കളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള ചില കണ്ടസ്റ്റൻറ്റിന് അത് ഗുണം ചെയ്യുമെന്ന് കണ്ടതുകൊണ്ടാവാം അൻസിബയെ ഇപ്പം എവിക്റ്റ് ആക്കിയത്. അതിന് സാഹചര്യവും ഉണ്ട്. ഈ പറയുന്നത് പോലെ 10 കണ്ടസ്റ്റൻസായി ചുരുക്കുക. അപ്പം അവർക്ക് വേണ്ടാത്ത ഒരു കണ്ടസ്റ്റൻറ്റിനെ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അൻസിബയെ ഇപ്പോൾ എവിക്റ്റ് ആക്കിയെന്നും വേണം നമുക്ക് കരുതാം. അത്രയും ഇതിനകത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അൻസിബയുടെ ഒരു ബാഡ് ലക്ക് എന്ന് തന്നെ പറയാം. ഇത്രയും നാൾ ഒന്നും ചെയ്യാതെ ഇരുന്നപ്പോൾ പുറത്താക്കിയില്ല, എന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രേക്ഷക സപ്പോർട്ട് അൻസിബയ്ക്ക് നല്ല രീതിയിൽ വരുന്ന സമയത്ത് എവിക്റ്റ് ചെയ്തത് ഒരു അൺഫെയർ എവിക്ഷൻ ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ തികച്ചും ഒരു ബാഡ് ലക്ക് എന്ന് തന്നെ പറയാൻ സാധിക്കത്തുള്ളൂ ഇതിനെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ അൻസിബ ഔട്ടാകേണ്ടതല്ല. അത്ര മികച്ച ഒരു ഗെയിമറായിട്ടോ പെർഫോമറായിട്ടോ ഒന്നും അല്ല. നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ നിൽക്കാനുള്ള വോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബിഗ് ബോസ് അവരുടെ താല്പര്യങ്ങൾ എന്നും രക്ഷിക്കും. പക്ഷേ പ്രേക്ഷകർ കരുതിയിരിക്കുക, അവരുടെ താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെ വിജയിപ്പിക്കാതെ നമ്മളാണ് നോക്കേണ്ടത്. അവരാരെയും ഉയർത്തിക്കൊണ്ട് വന്നുകൊള്ളട്ടെ. നമ്മൾ അതിനെതിരെ ശക്തമായി തന്നെ നിൽക്കുക. നല്ല മികച്ച കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുക, അവരെ തന്നെ വിജയിപ്പിക്കുക. അത് ആരാണെന്നുണ്ടെങ്കിലും അവരുടെ താല്പര്യത്തിൽ വിജയിപ്പിച്ച് ഒരാളെ കപ്പും കൊണ്ട് നാട്ടുകാരെ പറ്റിച്ച് കൊണ്ടുപോകാൻ നമ്മൾ പ്രേക്ഷകർ സമ്മതിക്കരുത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.